നമസ്കാരം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CPM-ന്റെ മൂന്നാമത് ദേവസ്വം ബോർഡ് കൂടി പ്രതികളായിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും വാസുവും അറസ്റ്റിലായി 90 ദിവസത്തോളം ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യമാണ് ഇവർക്ക് ലഭിച്ചത്. അവർക്കൊപ്പം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും സ്വാഭാവിക ജാമ്യം തന്നെയാണ് ലഭിച്ചത്. ഇപ്പോൾ ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെടുകയാണ്. 2025 സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ വേണ്ടിയാണ് 2025 വീണ്ടും സ്വർണ്ണപ്പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ ഈ കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതുമാണ്. ഇപ്പോൾ സർക്കാർ മാറിയപ്പോൾ പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡും പ്രതി ചേർക്കപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നത്. കേസ് അന്വേഷിക്കാൻ ADGP H. വെങ്കടേഷ് നേതൃത്വം നൽകുന്ന പ്രത്യേക പോലീസ് സംഘവുമുണ്ട്. എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതേവരെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ദയനീയമായ അവസ്ഥയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉള്ളതും. പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങി. ശബരിമലയിലെ തുണ്ടി മുതലായ സ്വർണം ഇതേവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണം തുണ്ടി മുതൽ ആണെന്ന് ഉറപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുമില്ല. ശബരിമല സ്വർണ്ണപ്പാളിയുടെ കാര്യമാണ് അതിവിചിത്രം. സ്വർണ്ണപ്പാളി അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് കോടികൾ വാങ്ങി കൈമാറിയോ അതോ ഉരുക്കി വിറ്റുവോ എന്ന് ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയത് സ്വർണം പൂശാൻ കരാർ ഏറ്റെടുത്ത ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശുകയായിരുന്നില്ല, സ്വർണ്ണ കവചമാണ് ഉണ്ടായിരുന്നത്. വ്യവസായി വിജയ് മല്യ 2 കിലോയിലേറെ സ്വിസ് സ്വർണം നൽകിയാണ് ഈ സ്വർണ്ണപ്പാളികൾ സൃഷ്ടിച്ചത്. ഈ സ്വർണമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത്. സ്വർണ്ണപ്പാടിയിൽ നിന്നും സ്വർണം ഉരുക്കിയാൽ അതേ പാളികൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതും ചെന്നൈയിലെ ഇതേ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ്. അപ്പോൾ സ്വർണ്ണപ്പാളികൾ കടൽ കടത്തിയ ശേഷം വീണ്ടും സ്വർണ്ണപ്പാളികൾ വ്യാജമായി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ രീതിയിൽ ദ്വാരപാലക ശില്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സ്വർണ്ണപ്പാളികൾ പുറത്തു കടത്തിയ ശേഷം സ്വർണം പൂശി തിരികെ എത്തിക്കാൻ മാസങ്ങൾ തന്നെ വൈകിയത്. ഇത് ഹൈക്കോടതി മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടിയതുമാണ്. സ്വർണ്ണപ്പാളികൾ കടൽ കടന്നതായി സംശയം ഉന്നയിച്ചത് ആദ്യം കേസ് അന്വേഷിച്ച ദേവസ്വം വിജിലൻസ് ആണ്. സ്വർണ്ണപ്പാളികൾ ഉരുക്കി സ്വർണം എടുക്കുകയായിരുന്നെങ്കിൽ ഈ തുണ്ടി മുതൽ വീണ്ടെടുക്കാൻ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് ഇതേവരെ കഴിയാത്തത്? സ്വർണ്ണപ്പാളികൾ കടൽ കടത്തി എന്ന ആരോപണം ഉന്നയിച്ചത് അന്ന് പ്രതിപക്ഷത്തായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അതേ ചെന്നിത്തല തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും. അതുകൊണ്ട് തന്നെ ഈ സാധ്യത വീണ്ടും അന്വേഷിക്കാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ തടസ്സങ്ങളുമില്ല. പ്രശാന്തും ശബരിമലയിലെ മുൻ തന്ത്രിയായ കണ്ഠര് രാജീവരുമൊക്കെ വീണ്ടും അറസ്റ്റിലാവാൻ പോവുകയാണ്. ഇനിയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വാസ്തവം പുറത്തു വരുമോ എന്നാണ് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ഇപ്പോഴും ഉറ്റുനോക്കുന്നത്.